നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കുംഭൻ രാശിക്ക് കുറച്ചു കാലം ദോഷാധിക്യമാണ് വരുന്നത്. ഓക്കെ, അത് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ കുംഭൻ രാശി മാത്രമല്ല, കുംഭൻ ലഗ്നവും. ഓക്കെ, കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുഷാദി ആദ്യ 3 പാദം. അതായത് സ്ഥിരമായിട്ട് ദീർഘകാലം ഒരേ രാശിയിൽ നിലനിൽക്കുന്ന 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരികയാണ്. ഇപ്പോൾ വ്യാഴം വന്നു. ഓക്കെ, നേരത്തെ തന്നെ ശനിയും സർപ്പവും ശിഖയും ഒക്കെ പ്രതികൂലമായിരുന്നു, ഇപ്പോഴുമാണ്. അപ്പോൾ അത് വ്യാഴം ഈ പറഞ്ഞപ്പോൾ 6ാം ഭാവത്തിലാണ് വന്ന് രാശിഫലത്തിൽ. ഓക്കെ, അപ്പോൾ അത് ആ മാറ്റം വന്നപ്പോഴത്തേക്ക് ശനി, വ്യാഴം, സർപ്പം, ശിഖി ഇവയെല്ലാം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഓക്കെ, ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ രാശിഫലമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിക്കുക. അതായത് ഗ്രഹനിലയിൽ നിങ്ങളുടെ ജാതകത്തിൽ, അതായത് ജനിച്ച സമയം വെച്ചിട്ടുള്ള ആ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് വ്യാഴം, ശനി, സർപ്പം, ശിഖി ഇവ 4 എത്രത്തോളം അനുകൂലമാണ്, എത്രത്തോളം പ്രതികൂലമാണ് എന്നൊക്കെയുള്ളത് അറിയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അത് ഒരു ജ്യോതിഷനെ സമീപിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. പക്ഷേ ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം. വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, പിന്നെ ഫോൺ വിളിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് പുതിയൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഫോൺ വിളിക്കുക. ഓക്കെ, പക്ഷേ അതിനൊക്കെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ ഫോൺ വിളിക്കരുത്. ഓക്കെ, അതിന് പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ ഞാൻ അതിന് മറുപടി പറയാം. ഓക്കെ, അപ്പോൾ ഫോൺ വിളിക്കാം, പക്ഷെ അതിന് ഫോർമാലിറ്റീസ് കുറേ ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് നല്ലതായാലും ചീത്തയായാലും ജ്യോതിഷപരമായിട്ടുള്ളത് അറിയാൻ ഞങ്ങളുടെ ചാനൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പ് ചെയ്യുക. കാര്യത്തിലോട്ട് കടക്കാം. നിങ്ങൾക്കറിയാം, വ്യാഴം 2026 ജൂൺ 2 രാശി മാറി. അത് 1 വർഷം നിലനിൽക്കും. അത് നിങ്ങൾക്ക് പ്രതികൂലമാണ്. അതായത് കുംഭൻ രാശിയിൽ നിന്ന് 6ാം ഭാവത്തിലാണ് വ്യാഴം വന്നേക്കുന്നത്. ഓക്കെ, ശനി 7ാം ശനിയാണ്. സർപ്പം അഥവാ രാഹു നിൽക്കുന്നത് ജന്മത്തിലാണ്. 7ാം ഭാവത്തിൽ ശിഖി അഥവാ കേതു. ഇത് 4 പ്രതികൂലമാണ്. ഇതെല്ലാം തന്നെ ഈ 4 ഗ്രഹങ്ങളും ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളുമാണ്. അതിൽ തന്നെ 3 പാപഗ്രഹങ്ങളുമാണ്. അതിൻ്റെ ടൈം പറയാം ഞാൻ. വ്യാഴം എന്തായാലും ഭാഗ്യത്തിന് 1 വർഷമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ 6ാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം,
എല്ലാ തരത്തിലും അത്യാവശ്യം നെഗറ്റീവായിട്ടുള്ളൊരു ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഭാവമാണ് ഈ 6-ാം ഭാവം എന്ന് പറയുന്നത്. ശത്രു, അതായത് 6-ാം ഭാവം സൂചിപ്പിക്കുന്ന ഇതാണ്: ശത്രു, രോഗം, കടം, കേസ്, അപകടം, ഇതെല്ലാമാണ് 6-ാം ഭാവം സൂചിപ്പിക്കുന്നത്. അത് ചില ഗ്രഹങ്ങൾ 6-ാം ഭാവത്തിൽ വരികയാണെങ്കിൽ അനുകൂലമാണ്, പക്ഷേ വ്യാഴം ഇവിടെ പ്രതികൂലമാണ്. ഓക്കെ, അത് വ്യാഴം ഒരു വർഷത്തേക്ക്, അതായത് ഏകദേശം 2026 ജൂൺ 2 വരെ, ഏകദേശം കൃത്യമായിട്ടുള്ള ഡേറ്റല്ല ഞാൻ പറഞ്ഞത്, അതിനകത്ത് നിന്ന് ഒരു 5-10 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടും മാറാം. ഓക്കെ, അപ്പോൾ അത് ഒരു വർഷം പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഈ പറഞ്ഞ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ആ മേഖലയിൽ ശത്രു ശല്യം, രോഗത്തിൻ്റെ ശല്യം, കടത്തിൻ്റെ ശല്യം, കേസുകളുടെയും അപകടങ്ങളുടെയും ഇവയെല്ലാം സൂചിപ്പിക്കുന്ന രംഗങ്ങളിലൊക്കെയാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വ്യാഴം പ്രതികരിക്കുന്നത്, നിങ്ങൾക്ക് ഫലം തരുന്നത്. അപ്പോൾ അത് വ്യാഴം പിന്നെ ഒരു ശുഭഗ്രഹമാണ്. നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ വ്യാഴം വന്നേക്കുന്നത് ഉച്ചരാശിയായ കർക്കിടകത്തിൽ ഹംസയോഗത്തോടുകൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീഷ്ണത, ദോഷങ്ങളുടെ തീഷ്ണത കുറഞ്ഞിരിക്കുക തന്നെ ചെയ്യും. എങ്കിലും പ്രശ്നം ഞാൻ കാണുന്നത് സർപ്പം അഥവാ രാഹു ഇപ്പോൾ നിങ്ങളുടെ ജന്മത്തിലാണ്, ലഗ്നത്തിലാണ്, കൊമ്പൻ രാശിയിൽ തന്നെയാണ് സർപ്പം നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ദോഷകരമാണ് നിങ്ങൾക്ക്. അത് നേരത്തെ തന്നെ അങ്ങനെയാണ്, ഏകദേശം ഒരു വർഷത്തോളമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഡിസംബർ 5 വരെ ലഗ്നത്തിൽ തുടരും, പക്ഷെ അതിന് ശേഷമുള്ള മാറ്റവും നിങ്ങൾക്ക് ദോഷകരമാണ്. അതായത് 2026 ഡിസംബർ 5 സർപ്പം നിങ്ങളുടെ 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്തേക്ക് വരുന്നു. അതും ദോഷകരമാണ്. അത് ഏകദേശം 18 മാസമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ സർപ്പവും ശിഖയും, അത് ശിഖയ്ക്ക് വേറൊരു പേരുണ്ട് കേതു, ഇത് രണ്ടും നിങ്ങൾക്ക് 2028 ജൂൺ 5 വരെ എന്ന് പറയുമ്പോൾ അതിനകത്തു നിന്നൊരു 5-10 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 24 മാസം, 2 വർഷം ഏകദേശം നിങ്ങൾക്ക് രാഹു കേതു പ്രതികൂലം തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ സർപ്പം കൊണ്ടുവരുന്ന ദുരിതങ്ങൾ എന്ന് പറയുമ്പോൾ അത് പാപഗ്രഹമാണ്. ഇത് രണ്ടും പാപഗ്രഹങ്ങളാണ്. അത് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഈ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആരോഗ്യത്തിൽ തന്നെയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഡിസംബർ 5 സർപ്പം നിങ്ങളുടെ 12-ാം ഭാവത്തിൽ, നഷ്ടഭാവത്തിൽ വരുമ്പോൾ 6-ാം ഭാവത്തിലാണ് ശിഖി വരുന്നത്. 6-ാം ഭാവത്തിൽ ശിഖി ഗുണഫലങ്ങൾ തരും. അപ്പോൾ ഈ ഡിസംബർ 5 വരെ അത്യധികം ദോഷാധിക്യം തന്നെയാണ്. അതിനുശേഷം ഈ 6-ാം ഭാവത്തിലെ കേതു അനുകൂല ഫലം തരികയും അത് തീർച്ചയായിട്ടും സർപ്പത്തിന് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സർപ്പദോഷം കുറഞ്ഞിരിക്കും. എന്നാൽ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, 2026 ഡിസംബർ 5 വരെ ഈ ഒരേ രാശിയിൽ തുടരുന്ന 4 ഗ്രഹങ്ങൾ, ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അപ്പോൾ അതിനോടൊപ്പം ചന്ദ്രനോ ഒന്ന് പ്രതികൂലമായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യധികം ദോഷാധിക്യമാകുന്നു. ഓക്കെ, അതിനോടൊപ്പം വല്ല ചൊവ്വയോ സൂര്യനോ ഒക്കെ പാപഗ്രഹങ്ങളാണ്. ഇതൊക്കെ
ഇതുമൊക്കെ പ്രതികൂലമായിട്ട് വരുമ്പോൾ അത്യധികം ദോഷാധിക്യം വരികയാണ്. പിന്നെ ശനി പ്രതികൂലമായിട്ട് തന്നെ നിൽക്കുന്നു. ഏഴരശനിയുടെ അവസാന ഘട്ടമാണ്. പക്ഷേ അത് ഏകദേശം 2028 ഫെബ്രുവരി 22 വരെ തുടരും. അപ്പോൾ വ്യാഴം 2027 ജൂൺ 2 വരെ പ്രതികൂലമാണ്. ആ കാലഘട്ടം ഇനിയുള്ള ഒരു വർഷം വളരെയധികം സൂക്ഷിക്കുക തന്നെ ചെയ്യണം. കാരണം ഈ 4 ഗ്രഹങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുകയാണ് ദീർഘകാലം. ശനി 2.5 വർഷം, സർപ്പവും ശിഖയും 1.5 വർഷം, വ്യാഴം 1 വർഷം. പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ചൊവ്വ ഏകദേശം 45 ദിവസം, സൂര്യൻ 30, 1 മാസം. അതുപോലെ തന്നെ ബുധനും ശുക്രനും ഏകദേശം 4 ആഴ്ച, ചന്ദ്രൻ 2.25 ദിവസം കൂടുമ്പോൾ മാറും. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ സംഭവം നിങ്ങൾക്ക് ദോഷാധിക്യം തന്നെ എന്ന് നമുക്ക്, പ്രത്യേകിച്ച് ഏറ്റവും കഠിനമായിട്ടുള്ള രീതിയിലുള്ള ദോഷാധിക്യം 2026 ഡിസംബർ 5 വരെ തന്നെയാണ്. കാരണം അതിനുശേഷം സർപ്പം 12 ഭാവത്തിലേക്ക് വരുന്നു. പക്ഷെ അവിടെ ശിഖി അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ അത്രയും ദോഷം പിന്നീട് കുറയും. എങ്കിലും ഡിസംബർ 5 വരെ അത്യാവശ്യം പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരം എന്താണ്? ഒറ്റ വാക്യത്തിൽ പോകുന്ന നിരവധി കാര്യങ്ങളുണ്ട് പറയാം. അതെല്ലാം കൂടെ ഞാൻ ഇത് പറഞ്ഞ് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. ലളിതമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ലളിതമായിട്ട് കാര്യമായിട്ട് പണച്ചെലവില്ലാത്ത നിങ്ങൾക്ക് പരിശ്രമം കൊണ്ട് നേടാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ പരമാവധി സഹായിക്കാൻ പറ്റും. ഫോൺ വിളിക്കരുത്, അതിനൊക്കെ ഇപ്പോൾ എനിക്ക് റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടി വരികയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ വളരെ ധൃതി പിടിച്ച ഒരു ജീവിതചര്യയാണ് എൻ്റെത്. രാവിലെ 4 മണിക്ക് എഴുന്നേക്കും, രാത്രി 8 മണിക്ക് ഉറങ്ങും എന്ന് പറയുമ്പോൾ ഏകദേശം 18 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യുന്നു ഒരു ദിവസം. 16 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ജ്യോതിഷം മാത്രമല്ല ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ഞാൻ കൈവെക്കാത്ത മേഖലയില്ല. ഓക്കെ, 4 യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി പരിപാടികൾ, ബിസിനസ്സാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ തിരക്ക് പിടിച്ച, അപ്പോൾ അതിനിടയ്ക്കാണ് ഓരോരുത്തർ ഫോൺ അത്യാവശ്യമില്ല, ഫോൺ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യത്തിന് തന്നെ കയറി ഡയറക്റ്റ് ഫോണിലങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. അത് കാരണം ഞാൻ റെസ്ട്രിക്ഷൻസ് കടുപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ ഏകദേശം ഒരു 2 മണിക്കൂറോളം എനിക്ക് വേസ്റ്റ് ചെയ്യേണ്ടി വന്നു. വേസ്റ്റ് ചെയ്യാന്നല്ല, ഒരാളുടെ കാര്യത്തിന് ക്ലിയറായിട്ട് ഇടപെടേണ്ടി വന്നു. അപ്പോൾ അത് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഫോർമാലിറ്റീസൊക്കെ വെക്കേണ്ടി വരികയാണ്. എനിവേ, നമുക്ക് പരിഹാരം, ഏറ്റവും ലളിതമായിട്ടുള്ള പരിഹാരം പറയാം. വ്യാഴാഴ്ച വ്രതമെടുക്കുക. ഓക്കെ, മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തുളസി, അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുക. അതുപോലെ തന്നെ പാൽപ്പായസം കഴിപ്പിക്കുക. പിന്നെ സഹസ്രാക്ഷര, അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. പക്ഷേ അത് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ കുഴപ്പമില്ല. ക്ഷേത്ര ദർശനം നടത്തുക, അതിന് ചിലവൊന്നുമില്ല. അത് മാത്രമല്ല, മന്ത്രജപങ്ങൾ, ഓം നമോ നാരായണ എന്നുള്ള മൂലമന്ത്രമെങ്കിലും ചൊല്ലുക. ഓക്കെ, ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത്
പിന്നെ ശ്യാമളാദണ്ഡകം ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയത്ത് ചൊല്ലാം. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ വിഷ്ണു സഹസ്രനാമം നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചൊല്ലുക. അത് പൊതുവെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വ്യാഴത്തിൻ്റെ കാര്യം മാത്രമേ ആയുള്ളൂ. ശനിയാഴ്ച വ്രതം എടുക്കുക. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അഭിഷേകപ്രിയനായ ശിവന് ജലധാര, മിനിമമാണ് ഞാൻ പറയുന്നത്, അയ്യപ്പന് നീരാഞ്ജനം, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന, അതുപോലെ തന്നെ ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ പാർവതി കൂടിയുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക എല്ലാ ദിവസവും. ഓക്കെ. അപ്പോൾ ശനിയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ വരുന്നത് സർപ്പവും ശിഖിയുമാണ്. അപ്പോൾ നമ്മൾ സർപ്പത്തിന് ചെയ്യേണ്ടത് എന്താണ്? അതിനായിട്ടൊക്കെ ബന്ധപ്പെട്ട മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ശനിയാഴ്ച ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രേ, അതുപോലുള്ള നിരവധി മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും മിനിമമാണ് ഞാൻ പറയുന്നത്. മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം താല്പര്യമുള്ളവർ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സർപ്പം, ശിവക്ഷേത്രത്തിൽ മിക്കവാറും സർപ്പപ്രതിഷ്ഠ കാണും. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. അതും പാർവതി കൂടിയുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. പിന്നെ ആയില്യം വരുന്ന ദിവസം, നിങ്ങളുടെ നക്ഷത്രം ഏതോ ആയിക്കോട്ടെ, ആയില്യം വരുന്ന ദിവസം സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറും പാലും അതുപോലെ തന്നെ പുള്ളവും പാട്ടും. നൂറും പാലിനും ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ 40 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പുള്ളവന്മാർക്ക് പാട്ട് പാടുന്നതിന് 30 രൂപയാണ് കൊടുക്കുന്നത്. അപ്പം മാസത്തിലൊരിക്കൽ ആയില്യം വരുന്ന ദിവസം ഇത് ചെയ്യുക. പക്ഷേ അത് നിങ്ങളുടെ പേരിലും നക്ഷത്രത്തിലും ചെയ്യുക. ഓക്കെ. പിന്നെ ശിഖി കേതുവിൻ്റെ പ്രശ്നത്തിൽ ചാമുണ്ഡി ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. ചാമുണ്ഡി ക്ഷേത്രം ഒരുപാടില്ല. അതുകൊണ്ട് നമുക്ക് ഗണപതിയെ ഒന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാം, ദേവിയെ പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ലളിതമായിട്ടുള്ളത്. നിരവധി കാര്യങ്ങൾ പിന്നെയുണ്ട്. എല്ലാം കൂടി ഇപ്പോൾ തന്നെ 18 മിനിറ്റായി. വീഡിയോയുടെ നീളം കൂടി കഴിഞ്ഞാൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകും, ഇതൊന്നും കാണാതെ പോകും. എന്തായാലും കുംഭൻ രാശിക്കാർക്ക് ദോഷകാലം തന്നെയാണ്. അത് ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ. പക്ഷേ ഞാൻ ഇന്നലെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ആ ഗുരുതരാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് 12 രാശിക്കാർക്ക് കാര്യമായ പ്രശ്നങ്ങൾ വരുന്നില്ല ഇതുപോലെ. കാര്യം ഈ 4 ഗ്രഹങ്ങൾ, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തന്നെ തുടരുന്ന 4 ഗ്രഹങ്ങൾ ഏകദേശം 1 വർഷം പ്രതികൂലമാണ്. പിന്നെ ഇളവ് കിട്ടിയേക്കുന്ന ഇതാണ് ഡിസ്കൗണ്ട്, ദുരിതത്തിനൊരു ഡിസ്കൗണ്ട് കിട്ടിയേക്കുന്നത്. വ്യാഴം എന്തായാലും ഭാഗ്യത്തിന് ഉച്ചരാശിയിലാണ് വന്നേക്കുന്നത്, ഹംസയോഗത്തോടുകൂടി. അതൊരു ഡിസ്കൗണ്ട്. പിന്നെ ഡിസംബർ 5-ന് ശേഷം കേതു അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ സർപ്പദോഷം കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും മാറി സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.